OTT ചാകര. സോ ഒരു ലോഡ് പടം ഇന്നലെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്തമാതിരി OTT അപ്ഡേറ്റ്സും അതേപോലെ OTT റിലീസിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഫോളോ തട്ടിക്കോങ്ക എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. യു ക്യാൻ ചെക്ക് മൈ സ്റ്റോറി, അതിൽ തന്നെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. സോ നമ്മുടെ സൗബിൻ ഷാഹിർ, നവ്യ നായരൊക്കെ അഭിനയിച്ച ഒരു ക്രൈം ത്രില്ലർ ഈ അടുത്ത കാലത്ത് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാതിരാത്രി. ആ പടം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. Z5 സ്ട്രീം ചെയ്യുന്നത്. ഒരു പരിപ്പ് വട്ട ത്രില്ലറാണ്. ഞാൻ രാത്രി ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവര് റോന്ത് എടുക്കാനാണ് നോക്കിയത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ റോന്തിന്റെ വാലിൽ കെട്ടാൻ പോലും കൊള്ളാത്തൊരു പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സോ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും. സോ വേണ്ടവർ കണ്ടു നോക്കുക. പാതിരാത്രി ഈസ് അവൈലബിൾ ഓൺ Z5. അഭിനയ കുല്ലപ്പത്തി റിമ കല്ലുങ്കലിന്റെ തിയേറ്റർ. ഈ സിനിമയ്ക്ക് എന്തൊക്കെയാ അവാർഡും പരിപാടിയൊക്കെ കിട്ടിയതാണെന്നൊക്കെ പറയുന്നു. നമ്മുടെ ബിരിയാണി സിനിമ ഡയറക്ടറിന്റെ പടമാണ്. സോ ഇപ്പൊ മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല. സോ ദിസ് മൂവി ഈസ് അവൈലബിൾ ഓൺ മനോരമ മാക്സ്. അജു വർഗീസ് അതേപോലെ തന്നെ നമ്മുടെ ജാഫർ ഇടുക്കിയൊക്കെ അഭിനയിച്ച ഒരു സിനിമ ഇപ്പൊ OTT വന്നിട്ടുണ്ട്, അമോസ് അലക്സാണ്ടർ. സോ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയത് പോലും പേഴ്സണലി ഞാൻ അറിഞ്ഞിട്ടില്ല. സിനിമ സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ വേണ്ടവര് കണ്ടു നോക്കുക. അമോസ് അലക്സാണ്ടർ is streaming on Sunnext. അതേപോലെ തന്നെ കെന്നഡി, നമ്മുടെ അനുരാഗ് കശ്യപ്, റിച്ചൻ ആൻഡ് ഡയറക്റ്റഡ് ബൈ അനുരാഗ് കശ്യപ്, ആളുടെ കെന്നഡി പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പൊ Z5 സ്ട്രീം ചെയ്യുന്നുണ്ട്. സണ്ണി ലിയോണൊക്കെ ഉള്ള പടമാണ്. സോ ഈ സിനിമ കാൻസ് ഫെസ്റ്റിവലിൽ സ്ട്രീം ചെയ്തിട്ട് പിന്നെ 2-3 കൊല്ലം ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ഇറ്റ്സ് അവൈലബിൾ ഓൺ OTT. Z5 അവൈലബിൾ ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ഒറിജിനൽ ലാംഗ്വേജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ തോന്നുന്നു. അത് എനിക്ക് അത്ര ഉറപ്പില്ല. സോ വേണ്ടവർ കണ്ടു നോക്കുക. കെന്നഡി ഈസ് അവൈലബിൾ ഓൺ Z5. പിന്നെ രാക്ഷസ പറഞ്ഞിട്ടൊരു സീരീസ്, ഒരു കന്നഡ സീരീസ് ആണ്. Z5 ഒറിജിനൽസ് ആണ്. ഈ കില്ലിങ്സും പോലീസ് കേസ് ഇൻവെസ്റ്റിഗേഷനും ഒക്കെ പറഞ്ഞു പോണ 6 എപ്പിസോഡിന്റെ സീരീസ് ആണ്. സോ ഈ Z5 ഒറിജിനൽസ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ വരുന്ന സീരീസ് ഒക്കെ ദാറ്റ്സ് ആക്ച്വലി നൈസ്. കാരണം 6 എപ്പിസോഡേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 7 എപ്പിസോഡേ ഉണ്ടാവുള്ളൂ. ഡ്യൂറേഷൻ കുറവായിരിക്കും. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു എപ്പിസോഡ് 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് 1 മണിക്കൂറൊക്കെ ആയിരിക്കും. കണ്ട് കാണുന്നവന്റെ ക്ഷമ നശിക്കും. ഇത് 10-20 മിനിറ്റോ 25 മിനിറ്റോ ആ ഒരു ലെവലൊക്കെ ഉണ്ടാവുള്ളൂ. സോ രാക്ഷസ ദിസ് ആക്ച്വലി ക്രൈം ത്രില്ലർ സീരീസ് വിത്ത് സം മിത്തോളജിക്കൽ എലമെന്റ്സ് ആണ് തോന്നുന്നു. ഇറ്റ്സ് അവൈലബിൾ ഓൺ Z5. ഇഷ പറഞ്ഞിട്ടൊരു ഹൊറർ ത്രില്ലർ സിനിമ, ഒരു A-rated ഹൊറർ ത്രില്ലർ സിനിമ ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ദിസ് ആക്ച്വലി തെലുങ്കു സിനിമയാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ആരൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. സോ ഇഷ ഈസ് അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം. നമ്മുടെ ഒളിച്ചോട്ടം സ്റ്റാർ അനസ്വര സേസിയും അതേപോലെ തന്നെ GV പ്രകാശും അഭിനയിച്ച ലക്കി ദി സൂപ്പർ സ്റ്റാർ ഒരു സിനിമയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലെ ഡയറക്ട് സ്ട്രീം ചെയ്യുന്ന സിനിമയാണ്. ഇപ്പൊ അവൈലബിൾ ആണ്. ബേസിക്കലി ഒരു തമിഴ് സിനിമയാണ്. സോ ജിയോ ഹോട്ട്സ്റ്റാറിലെ ഡയറക്ട് സ്ട്രീം ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. ഏകദേശം 2 മണിക്കൂർ എന്തോ ഉള്ള സിനിമയാണ്. സോ ലക്കി ഈസ് അവൈലബിൾ ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ബേസിക്കലി ഒരു നായക്കുട്ടി, ആ നായക്കുട്ടി ഒരു ലക്കി ചാമാണ്. അപ്പൊ ആ നായക്കുട്ടി പല ആൾക്കാരുടെ കയ്യിൽ എത്തുന്നു. അവർക്ക് അതുകൊണ്ട് നല്ലതൊക്കെ നടക്കുന്നു. പിന്നെ നായക്കുട്ടിയെ വിട്ടുകൊടുക്കാതിരിക്കലും പരിപാടിയൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. കരൺ ജോഹർ ലവ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനത്തെ ഒരു പടം ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർത്തിക് ആര്യൻ, അനന്യ പാണ്ഡെ അഭിനയിച്ച പടം. അപ്പൊ ഇതിന്റെ പേര് ഒരു പരട്ട പേരാണ്. തൂ മേരി മേ തേര തൂ മേരി. മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട് വല്ല എളുപ്പമുള്ള ടൈറ്റിലൊക്കെ ഇടുക. അല്ലെങ്കിൽ തൂ മേരി മേ തേര സ്ക്വയർ എന്ന് ഇട്ടാ പോരാ. ഈ 2 സാധനം വീണ്ടും ഇടണ. സോ ധർമ്മ പ്രൊഡക്ഷൻസിന്റെ പടമാണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കുറച്ച് ദിവസം മുമ്പ് വന്നതാണ്. പക്ഷെ ആമസോൺ അറിയാലോ, എല്ലനക്കി പട്ടികളുടെ കിറുനക്കി പട്ടിയാണ്. അതുകൊണ്ട് തന്നെ റെന്റ് ഓപ്ഷനിലാണ് വരിക. 1000-400 റുപ്യൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാം. സോ ഇപ്പൊ റെന്റ് മാറിയിട്ട് പടം എല്ലാവർക്കും അവൈലബിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് അവൈലബിൾ ആണ്. സോ ലവ് സ്റ്റോറീസും പരിപാടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ യു ക്യാൻ വാച്ച് ദിസ് മൂവീസ് അവൈലബിൾ ഓൺ ആമസോൺ പ്രൈം.